ഓണമൊക്കെ വന്നെത്തിയില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഓണം ക്ലീനിങ് വീഡിയോ ആണ്. ഇന്നത്തെ വെല്ലിച്ചൻ്റെ വീടാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ ആയിരുന്ന സമയത്ത് ഈ റൂമിലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും ഇവിടെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും കിച്ചും മുകളിലാണ് കിടക്കുക. പക്ഷെ മിക്കതും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ കിടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റൂം കാണുമ്പോൾ അങ്ങനെ ഓരോരോ ഓർമ്മകളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1-1.5 വർഷം ആയിട്ടുള്ളെങ്കിൽ കൂടെ കുറേ ആയതുപോലത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ. ഇവിടെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ വിൻഡോസ് ഒക്കെ തുറന്നിട്ടിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അങ്ങനെ തുറന്ന് മൊത്തത്തിലൊന്ന് തുറന്നിടുമ്പോൾ തന്നെ ഒരു ശുദ്ധവായു ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. മറ്റേത് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയല്ലേ. പക്ഷെ അധികം നേരം തുറന്നിടാനും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാനും അമ്മയും കിച്ചും ഒക്കെയാണ് മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. പ്രാവശ്യത്തെ അമ്മയും കിച്ചും ആരുമില്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മടി ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒരു പണി എടുക്കുന്ന ഫീൽ ഉണ്ടാവും. പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് അതൊരു രസം തന്നെയല്ലേ. അപ്പോൾ ഇത് ആദ്യം നനച്ചൊന്ന് പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഉള്ളിലേന്ന് തുടയ്ക്കാൻ അത്ര വലിയ പണി ഉണ്ടാവില്ലേ. പക്ഷെ പുറത്തുനിന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഹൈറ്റും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കൊമ്പത്തൊക്കെ കയറിയിട്ട് വേണ്ടി വരും കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെയർ ഇട്ടാൽ പോലും എത്തത്തില്ല. പിന്നെ നമ്മുടെ പുറത്തുള്ള പടിയില്ലേ അതുമ്മ ചവിട്ടി വേണം ഞാൻ കയറി തുടയ്ക്കാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നോക്കുന്ന സമയത്ത് നിറയെ പൊടി ഉണ്ടായിട്ട് പിന്നെ അത് തുടച്ചെടുത്തിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കരമാണ്. നല്ല രീതിക്ക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കർക്കിടക മാസത്തിന്റെ മുൻപ് ക്ലീൻ ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഈ കൊമ്പത്തുനിന്ന് അപ്പുറത്തെ കൊമ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണെങ്കിൽ ചെയർ ഇട്ടിട്ട് മണ്ണിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നിൽക്കാൻ നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ ചേച്ചി എന്നോട് ഇപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ കൂട്ടത്തിൽ വേഗം പണി തീർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം വേഗം പണി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗം മടുക്കും നമുക്ക്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ കളിക്കാൻ വേണ്ടി നിൽക്കും. അങ്ങനെ ഈ സമയം പോവും. അതാണ് മെയിൻ പ്രശ്നം. നമ്മളെ വീട്ടിലാണെന്ന് വെച്ചാൽ 4 പേരും 4 സ്ഥലത്ത് ഓരോന്ന് കൊണ്ടിട്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒതുക്കി കൂട്ടി എടുത്ത് വെക്കാൻ തന്നെ കുറേ സമയം ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ പിന്നെ അങ്ങനെയില്ല. നമ്മളിങ്ങനെ പൊടികൾ ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ നേരെ ഞാൻ അകത്തോട്ട് വന്നിട്ട് പിന്നെ ഈ റൂമിൽ ബാക്കി ക്ലീനിങ്ങുകളിലൊക്കെ വേഗം നോക്കാൻ നോക്കിയേ. എന്നിട്ട് വേഗം ജനൽ അടച്ചിട്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാലോ. മറ്റേത് അങ്ങനെ ജനൽ തുറന്നിടാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് അകത്ത് കൂടി പോവും. ഒരു പ്രാവശ്യം തന്നെ നമുക്ക് നമ്മൾ ഇവിടെ ആയിരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതാ വേഗം മിററും പിന്നെ ഷെൽഫും പിന്നെ നമ്മുടെ കട്ടിലൊക്കെ നല്ല രീതിക്ക് തുടച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കട്ടിലിൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പൊടി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കൂടെ വരുവേ. പിന്നെ ഞാൻ വേഗം ജനലൊക്കെ അടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ടേബിളും അതുപോലെ തന്നെ നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ കൂടെ തുടയ്ക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ റൂം മൊത്തത്തിൽ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ വെല്ലിച്ചനും ഇന്നമ്മയും കിടക്കുന്ന റൂമിലേക്കാണ് പോകുന്നത്. വൈകിട്ടായാലേ അച്ഛമ്മ അങ്ങനെ സീരിയൽ കണ്ടിരിക്കും കേട്ടോ. ഫുൾ ടൈം സീരിയലാണ് നമ്മുടെ വീട്ടിൽ. 6 മണി തൊട്ട് 10 മണി വരെ സീരിയലായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ വേറൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നോർമലി അച്ഛൻ്റെ പണിയും എല്ലാവരും ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് നമ്മളിവിടെ റൂമിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പ്ലാൻ നമ്മൾ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നത് അമ്മ ഇങ്ങനെ വരച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തതും എല്ലാം നമ്മൾ ആ റൂമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരെയായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മ ഒരു സൈഡിലിരുന്ന് വരയ്ക്കുന്നുണ്ടാവും, അച്ഛൻ ഇത് അങ്ങനെ ഇത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഞാനും എൻ്റെതായ രീതിയിൽ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് വേറൊരു പേപ്പറിൽ വരയ്ക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് വെച്ചൊക്കെ നോക്കി അങ്ങനത്തെ ഒക്കെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. ഇപ്പോഴാണോ സമയം പോകാൻ പാട്, എത്ര പെട്ടെന്നാ ഓരോരോ വർഷമൊക്കെ പോകുന്നതല്ലേ. പിന്നെ അതാ നേരെ വെല്ലിച്ചൻ്റെ ഇന്നമ്മൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഓർമ്മ എന്ന് പറയാൻ ഞാൻ പഠിക്കുന്നത് മൊത്തം ഈ റൂമിൽ ഇരുന്നിട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മെയിനായിട്ട് ഈ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കി ഇടുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ്. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുഭവം ഉണ്ടെന്ന് അതുണ്ടായിരുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം വാഷ്റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഡോർമ എന്തോ ഒരു അനക്കം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. അങ്ങനെ പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഡോറ് തുറന്നപ്പോൾ എന്തോ മുകളിൽ നിന്ന് നിലത്ത് വീണിട്ടു. അത് കണ്ടതും ഞാൻ ബാത്റൂമിന് ഡോറ് വേഗം അടച്ചിട്ട് അച്ഛാന്ന് നല്ല സൗണ്ടിൽ വിളിച്ചു. അങ്ങനെ അച്ഛൻ ഓടി വന്നിട്ട് റൂമിൻ്റെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ എന്തേ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ ഒന്ന് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ പൊന്നില്ല, വേഗം ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചാടി റൂമിൻ്റെ പുറത്ത് ഇറങ്ങി. എന്നിട്ട് പിന്നെ അച്ഛനെ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ മാമനൊക്കെ വിളിച്ച് അങ്ങനെ ആരൊക്കെയൊക്കെ വന്നിട്ട് അതുവരെ ഞാനും അമ്മയും കിച്ചൻ്റെ ഡോറ് വരെ അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിക്ക് പേടിയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. നമ്മുടെ കഥ പറഞ്ഞപ്പോഴത്തേക്കും വെല്ലിച്ചൻ്റെ ഇന്നമ്മൻ്റെ റൂം മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ ഉള്ളു കേട്ടോ. മുകളിലേക്ക് എന്തായാലും കയറുന്നില്ല തീരുമാനിച്ചായിരുന്നു. കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല ഒറ്റയ്ക്ക്. അപ്പം ഞാൻ ആദ്യം ഇനിയിപ്പോൾ മൊത്തത്തിൽ താഴെ അടിച്ച് തുടയ്ക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അച്ഛമ്മ അപ്പോഴത്തേക്കും ചൂലും ഉപ്പൊക്കെ എടുത്തു തുടങ്ങി. അച്ഛമ്മൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടിച്ച് തുടയ്ക്കാനുള്ളത്. ഞാൻ കുറേ പറഞ്ഞു ഞാൻ ചെയ്തോളാം, ഞാൻ എന്തായാലും മുകളിൽ ക്ലീൻ ആക്കാൻ കയറുന്നില്ല, അതുകൊണ്ട് സമയമുണ്ട്, ഞാൻ ചെയ്തോളാം
ചെയ്യാന്ന് പറഞ്ഞതാണ്, പക്ഷെ ആൾ ഒട്ടും കേട്ടില്ല. പിന്നെ ഇതാ തുടക്കലൊക്കെ സകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കണ്ടേ. ഞാൻ പിന്നെ വേഗം ലിവിങ് ഏരിയയിൽ ആ ജനലും പിന്നെ നമ്മുടെ മെയിൻ ഡോറൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഈ ഷെൽഫിന്റെ അവിടേക്ക് വന്നു. ഇതിന് ഞാൻ ഉള്ളിലേക്കൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അച്ഛമ്മൻ്റെതായ കുറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്കി വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ക്ലീനിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.